നമസ്കാരം. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ ജോൻ പാസ്പോർട്ട് ആലോചന തുടങ്ങി. ഇത്രയും കാലം പല സ്ഥലങ്ങളിൽ, അതായത് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു. ഫ്രാൻസിൽ ഫയർമാനായിട്ടും അത്തരം പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം ഇത് 11ാമത്തെ വീട്ടിലാണ് സർവൻ്റായി നിൽക്കുന്നത്. 10 വീടുകളിൽ ഓൾറെഡി നിന്ന് കഴിഞ്ഞു. എല്ലായിടത്തുമുള്ള അദ്ദേഹം നേരിട്ട മെയിൻ പ്രശ്നം, ഒന്നിനും ഒരു കൃത്യതയില്ല. അവസാനമായിട്ട് നിന്നത് ഒരു MP-യുടെ വീട്ടിലാണ്, പാർലമെൻറ്റ് മെമ്പർ. അദ്ദേഹം ഒരു ദിവസം രാവിലെ 8 മണിക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത ദിവസം പോകുന്നത് 11 മണിക്കായിരിക്കും. പിന്നെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയിന്നേ തരില്ല. രാത്രി ചില ദിവസം 10 മണിക്ക് വരും, പിന്നെ ഒരു ദിവസം 12 മണിക്ക് വരും. ചില ദിവസം മദ്യപിച്ച് ആവശ്യനായ നിലയിൽ പോലീസുകാരുകൊണ്ട് വീട്ടിലാക്കും. ഇങ്ങനെയാണ് പാസ്പോർട്ട് ഇത്രയും കാലം വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ. ചുരുക്കി പറഞ്ഞാൽ എവിടെയും ഒരു ശാന്തത അനുഭവപ്പെടാത്ത ഒരവസ്ഥയിലാണ് പാസ്പോർട്ട് ഇങ്ങനെ പല ജോലികൾ ചെയ്ത് നടക്കുന്നത്. ഏതായാലും ഫിലിസ് ഫോഗന്റെ വീട്ടിലിരുന്നുകൊണ്ട് പാസ്പോർട്ട് ആലോചിച്ചു, ഇതാണ് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി. കാരണം പരസ്യ ഏജൻസിയിൽ നിന്ന് തന്നെ ഫിലിസ് ഫോഗിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അതുകൂടാതെ ഫിലിസ് ഫോഗിന്റെ വീട്ടിലെത്തിയ സമയത്ത് പഴയ ജോലിക്കാരൻ ജെയിംസ് ഫോസ്റ്റർ കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞു കൊടുത്തിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഒന്നിനും തിടുക്കമില്ലാത്ത, എന്നാൽ എല്ലാം കൃത്യസമയത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. നടക്കുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാം ഒരു നിശ്ചിത വേഗത്തിൽ, ഒന്നിനും ധൃതിയില്ല, എന്നാൽ എല്ലായിടത്തും കൃത്യസമയത്ത് എത്തുക വേണം. ദേഷ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല, എല്ലാം ശാന്തമായിരിക്കും. അന്ന് രാവിലെ ജെയിംസ് ഫോസ്റ്ററെ പിരിച്ചുവിടുമ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇന്നെന്താ ഷേവ് ചെയ്യുന്ന വെള്ളത്തിന് ചൂട് കുറഞ്ഞിട്ടുണ്ടല്ലോ, തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. വളരെ ശാന്തത, ദേഷ്യപ്പെടലില്ല. ഇങ്ങനെയും ഒരു മനുഷ്യനുണ്ടോ എന്നാണ് പാസ്പോർട്ട് അവിടെ നിന്ന് ചിന്തിക്കുന്നത്. ഏതായാലും വീട് മുഴുവൻ ഒന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം വീട്ടിൽ കൊണ്ടുവന്ന ആളും അവിടെ ഇരുന്ന ആളും എല്ലാം ഇദ്ദേഹം വന്നവിടെ ഇറങ്ങി പോയി കഴിഞ്ഞു. താഴത്തെ നിലയിൽ മൊത്തം ഒന്ന് നടന്നു. അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം, ഫിലിസ് ബെഡ്റൂം അവിടെയാണ്. അതിൻ്റെ അകത്ത് കയറി എല്ലാം വളരെ അടുപ്പിൻ ചിട്ടയോടെ, ഒരു പൊടി പോലും ഒരു ഭാഗത്തും കാണാൻ പറ്റില്ല. അപ്പം ഇനി അങ്ങോട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇയാളുടെ ജോലി തന്നെയാണ്. വാർഡ്രോബ് പറഞ്ഞപ്പോഴാണ് വളരെ വിശേഷമായ ഒരു സംവിധാനം. 4 അറകൾ, ഓരോ അറയിലും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സീസണിന് വേണ്ട ഡ്രസ്സുകൾ. സമ്മറിന് വേണ്ടത്, വിൻ്ററിന് വേണ്ടത്, അങ്ങനെ ഓരോ സീസണും വേണ്ട ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഓരോന്നിനും അപ്പർ ഡ്രസ്സിനും ലോവർ ഡ്രസ്സിനും പ്രത്യേക നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നതിൻ്റെ കൂടെ ഇന്നത് മാത്രം, വേറൊന്നും ഇടില്ല. അങ്ങനെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്. അങ്ങനെ താഴത്തെ നില മുഴുവൻ കണ്ടതിന് ശേഷം അപ്സ്റ്റെയറിലേക്ക് കയറി. പോകുന്ന വഴി തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എല്ലാ റൂമിലും വിശാലമായ ലൈറ്റും അതുപോലെ ഹീറ്റിംഗ് അറേഞ്ച്മെന്റ്. നമ്മുടെ നാട് പോലെയല്ല, യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനെല്ലാം ഗ്യാസ് ലൈറ്റും ഗ്യാസ് ഹീറ്റേഴ്സും. ഇലക്ട്രിസിറ്റി വ്യാപകമായ ഒരു കാലമല്ല, അത്യാവശ്യം ഈ ബാറ്ററികൾ മാത്രമാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ്, ആ കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി കമേഴ്ഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്സ്റ്റെയറിലാണ് പാസ്പോർട്ടിൻ്റെ റൂം. അവിടെ പ്രത്യേക ഒരു ലേബലുണ്ട്, സർവൻസ് റൂം. അകത്ത് കയറിയപ്പോഴാണ് പാസ്പോർട്ട് മനസ്സിലാക്കുന്നത്, അവിടെ താഴെ കണ്ട അതേ രീതിയിലുള്ള ഒരു ക്ലോക്ക്, രണ്ടിലും ഒരേ ടൈം, എല്ലാം കൃത്യസമയത്ത് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം അപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. അതുകൂടാതെ ഒരു ഇലക്ട്രിക് ബെൽ, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബെൽ, താഴെ നിന്ന് ഏത് സമയത്തും കോള് വരും. പക്ഷേ ജെയിംസ് ഫോസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു കോള് പ്രതീക്ഷിക്കണ്ടായി, ബെല്ലവിടെ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു എമർജൻസിക്ക് മാത്രം. സാധാരണഗതിയിൽ വിളിയില്ല. രസകരമായൊരു സംഭവം കണ്ടത്, ആ ക്ലോക്കിൽ ഒരു ലേബൽ തൂങ്ങി കിടക്കുന്നുണ്ട്. ആ ലേബലെടുത്ത് വായിച്ച പാസ്പോർട്ട് ശരിക്കും അത്ഭുതപ്പെടുകയാണ്. രാവിലെ 8 മണിക്ക് ഉണരുന്നു, അതായത് ഫിലിസ് ഫോഗ് ഉണരും, കൂട്ടത്തിലപ്പോൾ ഇയാൾ ഉണരേണ്ടി വരും. 8:23 ചായ, കൂടെ സ്നാക്സ്. 9:26 ഷേവ് ചെയ്യാനുള്ള ചൂടുവെള്ളം, 100 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ അല്പം കൂടുതലുള്ള ചൂടുവെള്ളം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. 10:26
കുളിക്കാനുള്ള ചൂടുവെള്ളം, അതും ഇതേ ടെമ്പറേച്ചറിലുള്ള ചൂടുവെള്ളം. ഇനി 11 മണിയാകുമ്പോൾ ആശാൻ പോകുന്നു, റിഫോംസ് ക്ലബിലേക്ക് പോകുന്നു. പിന്നെ ശല്യമില്ല, രാത്രിയേ വരുള്ളൂ. ബാക്കി ഭക്ഷണമൊക്കെ ക്ലബിൽ നിന്നായിരിക്കും. അങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്. പാസ്പോർട്ട് അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു, ഇത്തരം ഒരു ജോലിയാണ് ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്. ശാന്തി, സമാധാനം, കൂട്ടത്തിലൊരു സംശയവും. ഇത്രയും കൃത്യമായിട്ട്, അതായത് ഒരു വൈൻഡ് ചെയ്ത ക്ലോക്ക് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത് വാസ്തവത്തിൽ മനുഷ്യനോ യന്ത്രമോ ഏതായാലും കുഴപ്പമില്ല, യന്ത്രത്തിനോടൊപ്പം ജോലി ചെയ്യാനും വിരോധമില്ല. പക്ഷേ ശാന്തി സമാധാനവും വേണം, അതവിടെ ഉണ്ട്.